സാർ, ഇത് ഈ ഒരു രീതിയിലൂടെ തന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. ഈ അഭിനന്ദ പിതാവും കോതമംഗല രൂപതയും ഈ ഒരു ബഹുജന റാലിയായിട്ട് ഇതിനു മുമ്പും ഈ ഒരേ വിഷയം, മനുഷ്യജീവൻ നഷ്ടപ്പെട്ട വിഷയമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു നീക്കുപോക്കോ ഒരു ചെറുവരെ പോലും അനക്കുന്നില്ല. പകരം വനമേഖലയിലെയും വന്യജീവികൾക്കും വേണ്ടിയുള്ള പല നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിനെങ്ങനെയാണ് കാണുന്നത്? സർക്കാരിന്റെ ഈ മേഖലകളോടുള്ള നിഷ്ക്രിയത്വമാണ് ഈ മരണത്തിന്റെ എല്ലാം കാരണം. ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും വനജീവികളെ ഈ ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് കടത്തിവിടാതിരിക്കാനുള്ള എത്രയോ നടപടികൾ സർക്കാരിന് ചെയ്യാമായിരുന്നു. സർക്കാർ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മരണപ്പെടുന്നവർ ഓരോ ദിവസവും 2-3 ആളുകളാണ് മരണപ്പെടുന്നത്. അപ്പൊ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ജനങ്ങളിൽ നിന്നെല്ലാം നികുതി പിരിക്കുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വനാതിർത്തിയോട് അടുത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷിതത്വവും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് പുനഃപരിശോധിച്ച് തിരുത്താൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ അഭിമന്യ പിതാക്കന്മാരുടെയും ഈ വൈദികരുടെയും ഈ സാമൂഹ്യ പ്രവർത്തകരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ സർക്കാർ ഒരു ലാഘവ മനോഭാവത്തോടെയാണ് കാണേണ്ടതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നടപടികൾ സ്വീകരിക്കുക എന്ന് സർക്കാർ പറയുക. പക്ഷെ ആ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോതമംഗലത്ത് വീണ്ടും എൽദോസിന്റെ മരണത്തിലൂടെ തെളിയിക്കപ്പെട്ടത്. ഈ കുട്ടമ്പുഴ ഉൾപ്പെടെയുള്ള കോതമംഗലത്തെ വനാതിർത്തികളിൽ എത്രയോ വട്ടം ആളുകൾ മരണപ്പെട്ടു. ഈ മരണങ്ങളുമായി ഉണ്ടായ പ്രതിഷേധങ്ങളിൽ ഈ വന്യജീവികൾക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ ഫെൻസിംഗ് പോലെ ഉള്ള നിരവധി നടപടിക്രമങ്ങൾ സർക്കാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? സർക്കാരിന്റെ നിസ്സംഗതയാണ്. ആ നിസ്സംഗതക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം ശക്തമായി തുടരും. ഓഫീസിലേക്ക് ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പിതാവിന്റെയും ഈ വൈദികരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം, ഇത് സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കണം. നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ഈ വനം വകുപ്പ് മന്ത്രിയുടെയും അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്നുള്ള വാഗ്ദാനങ്ങളല്ല, നടപടികളാണ് ഉണ്ടാകേണ്ടത്. ആ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് വീണ്ടും കോതമംഗലത്തുണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തും. കത്തോലിക്ക കോൺഗ്രസ് വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് പറ്റത്തില്ലെങ്കിൽ രാജി ചൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിരുന്നു. അല്ല, പുതിയ വനനിയമം 1961 വനനിയമം പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നിയമസഭയ്ക്കകത്ത് തുടങ്ങി. ഇനി എന്തിനാ 29% കേരളത്തിൽ വനാതിർത്തികളുണ്ട്. ഇനി എന്തിനാ വനം? ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അപ്പൊ ഇനിയും വനമാക്കാനും വനത്തോട് അടുത്ത് കിടക്കുന്ന ആളുകളുടെ ഈ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതവും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് നിയമനിർമ്മാണങ്ങളെയും അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള കരുത്ത് കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. വനമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. അല്ല, ഇത്ര നിഷ്ക്രിയമായി നടത്തുന്ന വനമന്ത്രി രാജിവെക്കാതെ വേറെന്താ കാര്യം? ഞങ്ങൾ എത്രയോ വട്ടം ആവശ്യപ്പെട്ടു. നാണവും മാനവും ഉള്ളവനല്ലേ ഈ രാജി എന്ന് പറയുന്നതും ധാർമ്മികത എന്ന് പറയുന്നതും ഉള്ളൂ. ഈ നാണവും മാനവും ഇല്ലാത്ത ആളുകൾ എന്ത് ധാർമ്മികത? അവർക്കെന്താ ധാർമ്മികത? അവർക്കെന്ത് അഭിമാനമാണുള്ളത്? അപ്പൊ അതുകൊണ്ട് വനം മന്ത്രിയല്ല, ഇതിനകത്ത് മുഖ്യമന്ത്രി ഇടപെടണം. ഈ എൽദോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്.